ഹായ് കൂട്ടുകാരെ, FM മഡോണ 39.25 എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ഇഷാൽ V ഫോർത്തടി. കേൾക്കാം കേട്ടു രസിക്കാം. ഇന്ന് നമുക്ക് നമ്മുടെ മാതൃഭാഷയെ പറ്റി കുറച്ച് കാര്യങ്ങൾ കേട്ടു മനസ്സിലാക്കിയാലോ? നിങ്ങൾക്കറിയാമോ നമ്മുടെ മാതൃഭാഷ ഏതാണെന്ന്? നമ്മുടെ മാതൃഭാഷയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിനായി 3ാം ക്ലാസ്സിലെ കൊച്ചുമിടുക്കിയായ ആരാധനയെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊന്ന് കേട്ടു നോക്കാം. മാതൃഭാഷ നമ്മുടെ ആദ്യ അധ്യാപികയാണ്. കുഞ്ഞു സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ഉപയോഗിക്കുന്ന ഭാഷ മാതൃഭാഷ തന്നെയാണ്. വീട്ടിലും സമൂഹത്തിലും നമ്മൾ ആശയവിനിമയം നടത്തുന്നത് കൂടുതലായി മാതൃഭാഷയിലൂടെയാണ്. കേരളത്തിലെ ജനങ്ങളുടെ മാതൃഭാഷയായ മലയാളം ലോകത്തിലെ സമ്പന്നമായ ഭാഷകളിലൊന്നാണ്. 2013 ഇന്ത്യൻ സർക്കാർ മലയാളത്തെ ശാസ്ത്രീയ പാരമ്പര്യം ഉള്ള ഭാഷയായി പ്രഖ്യാപിച്ചു. മലയാള സാഹിത്യത്തിൻ്റെ വളർച്ചയിൽ തുഞ്ചത്തെഴുത്തച്ഛൻ, കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ എന്നിവരുടെ സംഭാവനകൾ വളരെ വലുതാണ്. മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ കുട്ടികളുടെ ചിന്താശേഷിയും സൃഷ്ടിപരമായ കഴിവും കൂടുതൽ വളരും. സ്വന്തം ഭാഷയെ മാനിക്കുന്നവർക്ക് സ്വന്തം സംസ്കാരത്തോടും രാജ്യത്തോടും കൂടുതൽ സ്നേഹം ഉണ്ടാകും. ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷിനും മറ്റു ഭാഷകൾക്കും പ്രാധാന്യമുണ്ടെങ്കിലും മാതൃഭാഷയെ മറക്കരുത്. മാതൃഭാഷ നമുക്ക് നമ്മുടെ മൂല്യങ്ങളും പാരമ്പര്യവും പഠിപ്പിക്കുന്നു. മാതൃഭാഷയായ മലയാളത്തെ പറ്റി ഇത്രയും മനോഹരമായി നമ്മളോട് സംസാരിച്ച ആരാധനയ്ക്ക് അഭിനന്ദനങ്ങൾ. മാതൃഭാഷ നമുക്ക് നമ്മുടെ മൂല്യങ്ങളും പാരമ്പര്യങ്ങളും പഠിപ്പിച്ചു തരുന്നു. അതിനെ സംരക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായി കാണാം. അടുത്ത ദിവസം പുതിയ കഥകളും പാട്ടുകളുമായി സുരക്ഷിതരായിരിക്കൂ. എല്ലാവർക്കും ശുഭദിനം.